നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജഗജ്ജനനിയായ മഹാദേവിയെ അറിഞ്ഞ് ഭക്തി ആദരപൂർവം ആരാധിക്കാനായി ഇതാ ഒരു നവരാത്രി കാലം കൂടി വന്നുചേരുന്നു. നവരാത്രി എന്നാൽ 9 രാത്രികൾ എന്നാണല്ലോ അർത്ഥം. ഭാരതത്തിൽ പ്രാദേശികമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ മഹിഷാസുരമർദിനിയായ ദേവിയെ ആരാധിക്കാനാണ് നവരാത്രി എങ്കിൽ, ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ഉത്തരേന്ത്യയിൽ നവരാത്രി ആഘോഷിക്കുന്നത്. രാംലീല എന്ന് പ്രസിദ്ധമായ രാമായണത്തിലെ ഭാഗങ്ങളെടുത്ത് നാടകരൂപത്തിലായി അവതരിപ്പിക്കുന്നതെല്ലാം ഈ നവരാത്രി കാലത്താണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ, പ്രത്യേകിച്ച് ഗുജറാത്ത് സംസ്ഥാനത്ത് ഗർബ എന്ന നൃത്തരൂപം അവതരിപ്പിച്ച് രാത്രികാലങ്ങളിൽ മുഴുവൻ ഉറക്കമൊഴിച്ച് ഈ നൃത്തം ചെയ്ത് ദേവിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായവും നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ തന്നെ കേരളത്തിൽ വിദ്യാരംഭം അല്ലെങ്കിൽ പൂജവെപ്പ് എന്നാണ് ഈ നവരാത്രി കാലത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അവസാനത്തെ 3 ദിവസത്തിനാണ് പ്രാധാന്യം നൽകാറുള്ളത്. അഷ്ടമി, നവമി, ദശമി ഈ 3 ദിവസങ്ങളാണ് കേരളത്തിൽ ദേവീ ഭജനത്തിന് അധികം പ്രാധാന്യം നൽകി വരുന്നത് എന്ന് തോന്നുന്നു. വിജയദശമി എന്നാണല്ലോ നമ്മൾ പറയാറ്. ദശമി ദിവസം നമ്മൾ വിദ്യകൾ ആരംഭിക്കുന്ന ദിവസമായിട്ടാണ് എടുക്കാറ്. തമിഴ്നാട്ടിൽ അത് ബൊമ്മക്കൊലുവിനാണ് പ്രാധാന്യം. അത് 1ാമത്തെ ദിവസം മുതൽ തന്നെ, പ്രഥമ മുതൽ അവർ പൂജ ആരംഭിക്കുകയാണ്. കർണാടകയിലും ദസറ എന്ന് പറഞ്ഞിട്ട്, ബംഗാളിൽ, ആസാമിൽ ഒക്കെ ദുർഗാ പൂജ എന്നാണ്. ബംഗാളിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ് ഈ ദുർഗാ പൂജ. എന്നാൽ അത് 1 മാസം മുൻപേ അവരതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഭാരതത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ വിവിധ ഭാവതലങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും എല്ലായിടത്തും ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ദശമി തിഥി വരെയാണ് നവരാത്രി ആഘോഷിക്കുന്നത്. മലയാള മാസം അനുസരിച്ച് പറഞ്ഞാൽ കന്നിമാസത്തിലെ കറുത്ത വാവിന് ശേഷമുള്ള പ്രഥമ തിഥി മുതൽ ദശമി തിഥി വരെയാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ഇങ്ങനെ നവരാത്രി എന്നാൽ ഭക്തിയുടെ, ആരാധനയുടെ, വിദ്യാരംഭത്തിൻ്റെ, കലകളുടെയും വിജയത്തിൻ്റെയും ഒക്കെ ഒരു ഉത്സവമാണ്. ഈ 9 ദിവസവും ദേവിയുടെ 9 ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശൈലപുത്രി എന്ന് പറഞ്ഞ് ബാലസ്വരൂപിണി ഭാവത്തിലുള്ള പാർവതി ദേവിയെ സങ്കല്പിച്ചിട്ട് ആരാധിക്കുകയാണ്. 2ാം ദിവസം ബ്രഹ്മചാരിണി എന്ന ഭാവത്തിലാണ് പൂജിക്കുന്നത്. ബ്രഹ്മ എന്ന ശബ്ദത്തിന് തപസ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കയ്യിൽ കമണ്ഡലവും ജപമാലയൊക്കെ ധരിച്ചിരിക്കുന്ന ശുഭ്രവസ്ത്രധാരിണിയായ ദേവിയെയാണ് ആരാധിക്കുന്നത്. 3ാം ദിവസം ചന്ദ്രഖണ്ഡ എന്ന ദേവി ഭാവത്തെയാണ് ആരാധിക്കുന്നത്. ദേവിയുടെ നെറ്റിയിൽ അർദ്ധചന്ദ്രന്റെ രൂപത്തിലൊരു മണിയുണ്ട്. സിംഹവാഹിനിയായിട്ടാണ്. യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭാവമാണ്. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് അങ്ങനെയുള്ള ഭാവത്തിലാണ് 3ാം ദിവസം ആരാധിക്കുന്നത്. 4ാം ദിവസം കൂഷ്മാണ്ഡ എന്ന ദേവീ സ്വരൂപത്തെയാണ് ആരാധിക്കുന്നത്. അഷ്ടഭുജങ്ങളിൽ ധനുസ്, ബാണം, പുഷ്പം, കമണ്ഡലു, കലശം, അമൃത കലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായിട്ടാണ് ദേവിയുടെ രൂപം. 5ാം ദിവസം സ്കന്ദമാത എന്ന ഭാവത്തെയാണ് ആരാധിക്കുന്നത്. മടിയിൽ സ്കന്ദൻ, അതായത് സുബ്രഹ്മണ്യൻ ഇരുന്ന് അരുളുന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. 6ാം ദിവസം കാത്യായനി എന്ന ദേവീഭാവത്തെയാണ് പൂജിക്കുന്നത്. 7ാം ദിവസം ദേവി കാളരാത്രി എന്ന ഭയാനകമായ ആ ശക്തി രൂപത്തെയാണ് ആരാധിക്കുന്നത്. അതിൽ പ്രത്യേകത വാഹനമായിട്ട് കഴുതയാണ് നമ്മൾ കാണുന്നത്. കറുത്ത നിറത്തിൽ മുടി പറത്തിക്കൊണ്ട്
കണ്ണുകളിൽ നിന്നും അഗ്നി പ്രവഹിക്കുന്ന മാതിരി ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാളരാത്രി എന്ന ദേവീഭാവത്തെ നാം ആരാധിക്കുന്നത്. 8ാമത്തെ ദിവസം, അതായത് ദുർഗാഷ്ടമി നാളിൽ ശുഭ്രവർണ്ണയായ, ശുഭ്രവസ്ത്രധാരിണിയായ, ശുഭ്രനിറമുള്ള കാളയുടെ പുറത്തേറിയ ചതുർഭുജയായ മഹാഗൗരി എന്ന ദേവീഭാവത്തെയാണ് ആരാധിക്കുന്നത്. 9ാമത്തെ ദിവസം, അതായത് മഹാനവമി നാളിൽ ചതുർഭുജങ്ങളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച സർവാഭീഷ്ടവരതയായ സിദ്ധിദാത്രി എന്ന ദേവീഭാവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ, തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയായും, അവസാനത്തെ 3 ദിവസങ്ങളിൽ സരസ്വതിയായും സങ്കല്പിച്ചിട്ടാണ് ആരാധിക്കുന്നത്. എങ്ങനെയൊക്കെയായാലും ദുർഗാദേവിയെ ആരാധിക്കാനായിട്ടാണ് ഈ നവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ഉപാസകർ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നവരാത്രി കാലം. അതുകൊണ്ട് ഈ നവരാത്രി കാലത്ത് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. സപ്തശതി അല്ലെങ്കിൽ ചണ്ഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥവും ഈ ദേവീ മാഹാത്മ്യം തന്നെയാണ്. ഇത് പ്രത്യക്ഷത്തിലൊരു കഥാരൂപമായിട്ട് തോന്നാമെങ്കിലും ഇത് വലിയ മന്ത്രങ്ങളുടെ സമാഹാരം ആയിട്ട് രൂപം കൊണ്ടതാണ്. ഇത് കൽപ്പവൃക്ഷം പോലെ ഉപാസകന്റെ ഏത് അഭീഷ്ടവും സാധിപ്പിച്ചു തരാൻ പര്യാപ്തമായതാണ് ഈ ദേവീ മാഹാത്മ്യ പാരായണം എന്നാണ് പറയപ്പെടുന്നത്. എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള യന്ത്രം എഴുതി പൂജിച്ച് കയ്യിൽ കെട്ടുന്നതിന് തുല്യമാണത്രേ ഈ ഗ്രന്ഥം കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശരീര ശുദ്ധിയോടുകൂടി ഏതു സമയത്തും ജപിക്കാവുന്നതാണ് ഈ സപ്തശതി അല്ലെങ്കിൽ ദുർഗാ സപ്തശതി എന്ന് പറയുന്ന ഈ ദേവീ മാഹാത്മ്യം. സർവമംഗളപ്രദായകമായ ജഗജ്ജനനിയായ മഹാദേവിയുടെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്ന ദേവീ മാഹാത്മ്യം നവരാത്രി ആരംഭിക്കുന്ന നാളെ മുതൽ നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുൻപ് അർഗളാസ്തോത്രം, കീലകസ്തോത്രം, കവചസ്തോത്രം ഇത് 3 പാരായണം ചെയ്തിട്ട് വേണം ആരംഭിക്കാൻ. 700 മന്ത്രങ്ങളുള്ള 13 അധ്യായങ്ങളാണ് ദേവീ മാഹാത്മ്യം. 700 മന്ത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ സപ്തശതി എന്ന് വിളിക്കുന്നത്. പൊതുവെ കേരളത്തില് ഒരു ഞായറാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിപ്പിക്കുന്ന രീതിയിൽ 7 ദിവസമായിട്ടാണ് ഇത് വായിക്കാറ്. ഞായറാഴ്ച 1ാമത്തെ അധ്യായം, തിങ്കളാഴ്ച 2-3 അധ്യായം, ചൊവ്വാഴ്ച 4ാമത്തെ അധ്യായം, ബുധനാഴ്ച 5, 6, 7, 8 എന്നീ അധ്യായങ്ങൾ, വ്യാഴാഴ്ച 9, 10 എന്നീ അധ്യായങ്ങൾ, വെള്ളിയാഴ്ച 11ാം അധ്യായം, ശനിയാഴ്ച 12, 13 അധ്യായങ്ങളും. ഇതാണ് ഇവിടെ വായിക്കുന്ന ഒരു സമ്പ്രദായം. പക്ഷെ നവരാത്രി കാലത്ത് ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാളെ വായിക്കാൻ ആരംഭിക്കാം. ഈ നവരാത്രി കാലത്ത് ദേവീ മാഹാത്മ്യ പാരായണം ചെയ്ത് ജഗജ്ജനനിയായ ദേവിയെ ആരാധിച്ച് സന്തുഷ്ടവും ആരോഗ്യകരവുമായ ഒരു ജീവിതം കൈവരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.